ഒരു മാന്യമര്യാദയ്ക്ക് ഒരു മനുഷ്യനൊരു വീട്ടിലേക്ക് ചെല്ലുമ്പോ ഏത് ഇഷ്ടപ്പെട്ടു എന്ന് അറിയിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെറുത് കൊടുത്തു വരുന്നതിനെ ഞാൻ എതിർക്കണില്ല. ഒരു കിലോ 2 കിലോ 3 കിലോ മാക്സിമം 5 കിലോ 5 കിലോ ഞാൻ അനുവദിച്ചെന്ന് പറയണ്ട. ഒരു മാനുഷിക പരിഗണന ഞാൻ വെക്കുകയാണ്. ഇന്നതൊക്കെ പോയിട്ടുണ്ട്. ഇന്ന് പെണ്ണ് കാണാൻ പോകുന്നത് 1, 2, 3 ആളല്ല, 30 ആളുകളാണ്. 30 ആള് പെണ്ണ് കാണാൻ പോകുന്ന ആളുകളൊക്കെ പള്ളിക്ക് നൊലിയത്തിന്റെ കീസുമായിട്ട് പോരുന്ന മാതിരി എല്ലാവരും കീസും വേണം. എന്നിട്ട് ഈ പെണ്ണിങ്ങനെ ടെക്സ്റ്റൈൽസിന് മുമ്പിലെ പ്രതിമ നിൽക്കുമ്പോൾ നിന്ന് കൊടുക്കണം. ഓവറാണ്ടെങ്കിൽ ക്ഷമിക്കുക, പ്രഷർ ഉണ്ടെങ്കിൽ ഗുളിക തൊള്ളിയിലിടുക, വേറെ മാർഗമൊന്നുമില്ല. ഞാനിത് പലരും ടെൻഷൻ പറഞ്ഞത് കൊണ്ട് ഞാൻ പറയുന്നു മാത്രം. ഈ പെൺകുട്ടി പാവം അവൾ ടെക്സ്റ്റൈൽസിന്റെ പ്രതിമ പോലെ അങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് ഈ വരുന്ന 30 ആളുകളും ഇതിങ്ങനെ കൊടുക്കുക. എന്തേ? ഒരു മരിച്ചു കിടക്കണ ശവത്തിന് റീത്ത് വെക്കണ മാതിരി വെള്ളമല്ല. എന്നിട്ട് എല്ലാവർക്കും ഒരു പ്രദർശന വസ്തു. ഈ കെട്ടുന്ന പുതിയാപ്പിള മാത്രമല്ല, ഓന്റെ കുടുംബത്തിലെ സകല വകയിലും വഴിയിലുള്ള ആൾക്കാരും പിന്നെ അയലോക്കത്ത് ഓട്ടോറിക്ഷ ഡ്രൈവർ അടക്കമുള്ള ആളുകൾ എന്ന് പറയാ. അങ്ങനെ തുടങ്ങിയ ആളുകളൊക്കെ കണക്ക് കൂട്ടി നോക്കുമ്പോൾ 30,000 മിഠായി, 20,000 മിഠായി. 20,000 30,000 മിഠായി കൊടുത്തിട്ട് ഈ മിഠായി പിന്നെ എന്താണ് ചെയ്യാ? ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ. ഇതിനാണ് അമിതം എന്ന് പറയാ, ഇതിനാണ് ഇസ്രാഫ് എന്ന് പറയാ. ഒരു മീഡിയം സൈസ് എന്നൊക്കെ വിട്ടിട്ട് ഉദാഹരണം പറയണം. ഈ കാണാൻ പോകുന്ന 30 ആളുകളും പെരിന്ന് പോകുമ്പോ ഒരു കീസായിട്ടാണെങ്കിൽ രസമുണ്ട്. ഞാൻ അവനാണ് കീശിന്നാണ് വെക്കുക. ഇത് ഗൾഫില് 8 കൊല്ലൊക്കെ നിന്നിട്ട് 3 പെങ്ങന്മാരെ കെട്ടിച്ചിട്ട് ഉള്ളൊരു പേര ഉണ്ടാക്കിയിട്ട് പോയ കടം വീട്ടിയിട്ട് ഉമ്മിമ്പാപ്പി നിർബന്ധിച്ചിട്ട് ഇനിയിപ്പോ ഒരു പെണ്ണ് കെട്ടണം വിചാരിച്ചിട്ട് വരികയാണ്. ഉള്ള പൈസ അവന് കടം വാങ്ങിയിട്ടാ വന്നത്. ടിക്കറ്റ് പോലും 1 സൈഡാ. അങ്ങോട്ട് ടിക്കറ്റ് എടുത്തിട്ടില്ല, പൈസ ഇല്ലായിട്ട് ഉള്ളതിന് സമസ്ത അംഗീകരിച്ച് പെട്ടിയും കെട്ടിയിട്ട് ഇങ്ങോട്ട് പോന്നതാ. ഓൻ വലിയ പ്രതീക്ഷയില് കല്യാണമൊക്കെ കയ്യാചാരിച്ച് പോന്നതാ. ഇവിടെ നിന്ന് 4 മാസം കഴിഞ്ഞ് പോണ പോക്കിൽ എയർപോർട്ടിൽ കാണുമ്പോ അല്ല എന്തൊക്കെ വർത്താനം, കല്യാണം കഴിഞ്ഞില്ലേ? നമ്മൾ അതിന്റെ വർത്താനം പറയണ മൂല്യാരെ എന്തേ? അതെ, കെട്ടെന്നൊക്കെ വിചാരിച്ചു വന്നതാ. കൊണ്ടെന്ന കായൊക്കെ മുട്ടായി ആയി തീർന്ന്. ഇനി മഹർ വാങ്ങണമെങ്കിൽ ഇനി 2 കൊല്ലം അധ്വാനിച്ചിട്ട് വേണോ? നോക്കിങ്ങള്, ഇതിപ്പോ നാട്ടിൽ നടക്കുന്ന പരിപാടിയെ ഞാൻ പറഞ്ഞു. ഈ മഹാസാധുവിന്റെ ജീവിതം തുലക്കാൻ ഒരു മുട്ടായിയാണ്.